ബേക്കിംഗ് ക്ലാസ്സിൻ്റെ 11ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് 1 കിലോ കേക്കിന് ബേസായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന 2 എഗ്ലെസ് ഓവൻലെസ് കേക്കാണ്. അപ്പോൾ വളരെ സോഫ്റ്റും മോയ്സ്റ്റുമായിട്ടുള്ള 2 കേക്കാണ്. അപ്പോൾ ഇതിൽ ഞാൻ ആദ്യം ചെയ്യുന്നത് കണ്ടൻസ്ഡ് മിൽക്ക് വെച്ചിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഫസ്റ്റിലെ കേക്ക് നമ്മൾ ഉണ്ടാക്കുന്നത് കണ്ടൻസ്ഡ് മിൽക്ക് വെച്ചിട്ടാണ്. കണ്ടൻസ്ഡ് മിൽക്ക് വെച്ചിട്ടുള്ള കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഈ മൈദയിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 200 ഗ്രാം കണ്ടൻസ്ഡ് മിൽക്ക് നമുക്ക് ചേർത്ത് കൊടുക്കണം. 200 ഗ്രാം എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിപ്പോൾ 400 ഗ്രാമിൻ്റെതാണ് വരുന്നത്. ഇതിൻ്റെ പകുതിയാണ് വേണ്ടത്. അമൂലിൻ്റെതാണെങ്കിൽ 200 ഗ്രാമിൻ്റെ തന്നെ ടിന്ന് നമുക്ക് വാങ്ങിക്കാനുണ്ട്. അങ്ങനെ വാങ്ങിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ എളുപ്പമാണ്. ഇതിപ്പോൾ ഞാൻ മെഷർമെൻറ്റ് വെയിങ് സ്കെയിലിൽ വെച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് 1/2 കപ്പ് മെൽറ്റഡ് ബട്ടർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്ലേവർലെസ് വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് പാല് അല്ലെങ്കിൽ വെള്ളം ഏതാണോ നിങ്ങൾക്ക് പ്രിഫറബിൾ ആയിട്ടുള്ളത് അത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ പാലാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി ഞാൻ ഇതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് എക്സ്ട്രാ മധുരം വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ നല്ല തിളച്ച വെള്ളവും കൂടെ ചേർക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചേർത്ത് കൊടുക്കുന്ന പഞ്ചസാര ചെറിയ തരിയുള്ളതല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും മിക്സായിട്ട് വരാനായിട്ട്. ഞാനിപ്പോൾ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് എടുക്കണം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു 7/2 പാനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റ് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിതിൻ്റെ 7 എന്ന് പറയുന്നത് ഇവിടെ മുതൽ ഇവിടം വരെ നമ്മൾ സ്കെയിൽ വെച്ച് നോക്കിയാൽ കിട്ടുന്ന ആ ഒരു ഡിസ്റ്റൻസാണ് 7 എന്ന് പറയുന്നത്. അതുപോലെ 2 എന്ന് പറയുന്നത് ഈ ഒരു ഹൈറ്റാണ് 2 എന്ന് പറയുന്നത്. അപ്പോൾ ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് ഇത് ഞാൻ ഓൾറെഡി ഗ്രീസ് ആൻഡ് ലൈൻ ചെയ്ത് വെച്ചതാണ്. കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് അതിൻ്റെ മുകളിൽ ഒരു ബട്ടർ പേപ്പർ വിരിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ പാത്രം നമുക്ക് നന്നായി ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. വലിയ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചു കൊടുത്തേക്കാം. അപ്പോൾ ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് പോകാം. ഈ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു അലൂമിനിയത്തിൻ്റെ പാത്രം ഒരു 5 മിനിറ്റ് നേരം ഫുൾ ഫ്ലെയിമിൽ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കുക്കറാണെങ്കിൽ കുക്കർ, അതല്ലെങ്കിൽ ഓവനാണെങ്കിൽ ഓവന് ആദ്യമേ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെക്കുക. എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ ബാറ്റർ ഇറക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് അടച്ച് വെക്കുക. അടച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകൾ ഭാഗം ബേക്കായിട്ട് വരുന്ന സമയത്ത് ഒട്ടുന്ന ഒരു സ്റ്റേജ് ഉണ്ടാവില്ല. എന്നിട്ട് അടച്ച് വെച്ചിട്ട് മീഡിയം ലോ ഫ്ലെയിമിൽ 40 മുതൽ 45 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിതിപ്പോൾ 40 മിനിറ്റ് ബേക്കാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ സ്റ്റൗവിൻ്റെ ഫ്ലെയിമിനനുസരിച്ച് ചിലപ്പം ബേക്കിംഗ് ടൈമിൽ ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും. 40 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയിട്ട് നമുക്കൊരു ടൂത്ത് പിക്കോ കേക്ക് ടെസ്റ്ററോ വെച്ചിട്ടൊന്ന് അതിൻ്റെ സെൻറ്ററിലൊന്ന് കുത്തിയെടുത്ത് കഴിഞ്ഞാൽ അതിൽ ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ലെങ്കിൽ കേക്ക് ബേക്കായിട്ടുണ്ട് എന്നാണ്. ഇതിപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് തന്നെയാണ് ടെസ്റ്റർ വന്നിട്ടുള്ളത്. നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റിയിട്ട്
ഒന്ന് തണുക്കാനായിട്ട് വെക്കാം. ഇതിൻ്റെ സൈഡൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിനകത്തേക്കൊന്ന് മറിച്ച് കൊടുക്കാം. ജസ്റ്റ് ഒരു നൈഫോ സ്പാച്ചിലോ എന്തെങ്കിലും ഒന്ന് ഇതുപോലെ സൈഡിലൂടെ ഒന്ന് ഓടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വിട്ട് വരും. ഇനി നമ്മൾ ഇതിൻ്റെ താഴെ വെച്ചിട്ടുണ്ടായിരുന്ന ആ ബട്ടർ പേപ്പർ നമുക്ക് റിമൂവ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് തണുക്കാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ വെയിറ്റ് വരുന്നത് 558 ഗ്രാമാണ്. നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് 1 kgയുടെ ഒരു കേക്കിന് ഇതിൻ്റെ മുകൾ ഭാഗം ലെവൽ ചെയ്താൽ ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് നമുക്ക് ബാറ്റർ റെഡിയാക്കണം. ഞാനിപ്പം 1/3 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഈ ഒരു പ്രോസസ്സ് നമുക്ക് മിക്സി ഉപയോഗിച്ചും ചെയ്യാം കേട്ടോ. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മിക്സിയിൽ ചെയ്യുകയാണെങ്കിൽ ആദ്യം പഞ്ചസാര പൊടിച്ചതിന് ശേഷം അതിലേക്ക് ബട്ടർ മിൽക്കും ഓയിലും ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ 1/3 കപ്പ് ഓയിലും കൂടെ അതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഒരു കണ്ടൻസ് മിൽക്കിൻ്റെ ആ ഒരു പരുവത്തിലാണ് ഉണ്ടാവുക. നല്ല തിക്കായിട്ട് കളറൊക്കെ ഒന്ന് ചേഞ്ചായിട്ട് വന്നിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് 1/4 കപ്പ് മൈദയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായി ഒന്ന് അരിച്ചിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ മിക്സാക്കി എടുക്കാം. നല്ല തിക്കായിട്ടാണ് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ബാറ്ററിനെ ഒന്ന് ലെവലാക്കി എടുക്കാനായിട്ട് തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ തിളച്ച വെള്ളത്തിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റി ആക്കാൻ തിളച്ച പാലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ 1/3 കപ്പ് തിളച്ച വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായി മിക്സാക്കി എടുക്കുക. കട്ടയൊന്നുമില്ലാത്ത രീതിയിൽ മിക്സാക്കി എടുക്കുക. ഒരുപാട് സമയം വെച്ച് ഇളക്കേണ്ട ആവശ്യമില്ല. മിക്സായിട്ട് വന്നാൽ മതി. ഇപ്പം ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കണം. ഞാൻ സെയിം പാൻ തന്നെയാണ് ഇതും ബേക്ക് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത്. നേരത്തെ എടുത്തിട്ടുള്ള അതേ പാൻ തന്നെയാണ്. അതിനകത്തേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. അത് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരല്പം ഓയിൽ സ്പ്രെഡ് ചെയ്ത് അതിൻ്റെ മുകളിലൊരു ബട്ടർ പേപ്പർ വിരിച്ചതാണ്. ഇനി ഞാനിത് ബേക്ക് ചെയ്യാനായിട്ട് മാറ്റുകയാണ്. പിന്നെ നമ്മളിതൊന്ന് ബാറ്റർ ഒഴിച്ച് കഴിഞ്ഞാൽ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. എന്നാലേ അതിന് വലിയ എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ പുറത്തേക്ക് പോവുകയുള്ളൂ. ഇപ്പോൾ ഞാൻ ബേക്ക് ചെയ്യുന്ന പാത്രം ഇവിടെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് കേക്ക് ടിന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ച് മീഡിയം ലോ ഫ്ലെയിമിൽ 30 മുതൽ 35 മിനിറ്റ് വരെയാണ് ബേക്ക് ചെയ്യേണ്ടത്. ഞാൻ എൻ്റെ സ്റ്റൗവിൽ 30 മിനിറ്റാണ് ബേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മീഡിയം ലോ ഫ്ലെയിം നിങ്ങൾ ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും അതിൻ്റെ ആ ബേക്കിംഗ് ടൈം നല്ല ചൂടിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകൾ ഭാഗം പെട്ടെന്ന് തന്നെ ബ്രൗൺ കളറായി മാറിപ്പോവും. അപ്പോൾ ഇത് 30 മിനിറ്റ് ഞാൻ ബേക്ക് ചെയ്ത് എടുത്തിട്ടുള്ള കേക്കാണ്. ഒരു ടെസ്റ്റർ വെച്ച് കുത്തി നോക്കുമ്പോൾ നല്ല ക്ലിയർ ആയിട്ടാണ് വന്നിട്ടുള്ളത്. മാത്രമല്ല അത് നല്ല ഫ്ലാറ്റായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സെൻറ്റർ പൊങ്ങിയിട്ട് അങ്ങനെയൊന്നുമല്ല, വളരെ ഫ്ലാറ്റായിട്ടുള്ള ഒരു കേക്കായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടർത്തിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇതിൻ്റെ താഴെ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്ന ആ ബട്ടർ പേപ്പർ ഒന്ന് എടുത്ത് മാറ്റാം. അപ്പം വളരെ എളുപ്പത്തിൽ നമുക്ക് ഓവനും ബീറ്ററും ഒന്നും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന, അതുപോലെ തന്നെ മുട്ടയൊന്നും ചേർക്കാതെ സോഫ്റ്റായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന 2 കേക്കിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്തിട്ടുള്ളത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുന്നു, ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ സജസ്റ്റ് ചെയ്ത് കൊടുക്കുക, അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.